ഭരണഘടനാ ബാധ്യത നിറവേറ്റാത്ത മേയർ രാജിവെക്കണമെന്ന് CP ജോൺ. നഗരമാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ ഭരണഘടനാ ബാധ്യതയുള്ള തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ തന്റെ ഉത്തരവാദിത്വം നിറവേറ്റാത്ത സാഹചര്യത്തിൽ മേയർ സ്ഥാനം രാജിവെച്ച് പുറത്തുപോകണമെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ ആവശ്യപ്പെട്ടു. വ്യക്തികളോ സ്ഥാപനങ്ങളോ മാലിന്യങ്ങൾ സൃഷ്ടിച്ചാൽ അത് സംസ്കരിക്കേണ്ടത് നഗരസഭയുടെ ഉത്തരവാദിത്വമാണ്. നിരുത്തരവാദിത്തത്തോടെ പെരുമാറുന്ന വ്യക്തികളെയും സ്ഥാപനങ്ങളെയും നിയന്ത്രിക്കുവാനും അവരുടെ മേൽ പിഴ ചുമത്തുവാനും അധികാരം നിയമത്തിലൂടെ ലഭ്യമായിട്ടുള്ളത് നഗരസഭയ്ക്കാണ്. ഇത്രയും അധികാരമുണ്ടായിട്ടും ആമയിഴഞ്ചൻ തോട്ടിലും പാർവതി പുത്തനാറിലുമുള്ള മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്നും ആ പരാജയത്തിന്റെ രക്തസാക്ഷിയാണ് മാലിന്യത്തിൽ മുങ്ങിമരിക്കേണ്ടിവന്ന ജോയി എന്നും ജോയിയുടെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം തുച്ഛമാണെന്നും 50 ലക്ഷം രൂപയെങ്കിലും നഷ്ടപരിഹാരമായി നൽകണമെന്നും CP ജോൺ പറഞ്ഞു. ഇന്ത്യയിൽ വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്ന തിരുവനന്തപുരം നഗരത്തെ 4 നൂറ്റാണ്ട് കാലത്തെ ഭരണം കൊണ്ട് CPM നരകമാക്കി മാറ്റിയിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി CMP മുന്നോട്ട് പോകുമെന്നും CP ജോൺ പറഞ്ഞു. ഈ സമരം ഒരു സൂചനാ സമരമായിട്ടാണ് ഞങ്ങൾ CMP ജില്ലാ സെക്രട്ടറി MR മനോജ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PG മധു, നേതാക്കളായ അലക്സാം ക്രിസ്മസ്, വിനോദ് കുമാർ, പേയാട് ജ്യോതി, രണ്ടാംചിറ മണിയൻ, ബിച്ചു KV, മംഗലാപുരം സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിനുശേഷം നമ്മുടെ ദേശീയ നേതാക്കളായിട്ടുള്ള പട്ടത്താനപിള്ള സാറിനെ പോലുള്ള ആളുകൾ, അതിനുശേഷം ഇവിടെ അധികാരത്തിൽ വന്നിട്ടുള്ള നമ്മുടെ MP പത്മനാഭനെ പോലെ, സ്റ്റാലിനി സത്യനേശിനെ പോലുള്ള ആളുകൾ വളരെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്ക് ഈ സെക്രട്ടേറിയറ്റിന് പുറകിൽ കാണുന്ന ചെങ്കൽ ചൂള എന്ന് പറയുന്ന പ്രദേശം, രാജാജി നഗർ, അന്നൊരു യുവാവായിരുന്ന ഉമ്മൻചാണ്ടി ഭവനമന്ത്രിയായിരിക്കുമ്പോൾ അന്നത്തെ AK ആന്റണി ഗവൺമെന്റിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. അതൊരു ചേരിയായിരുന്നു. ഇന്ത്യയിൽ ചേരി നിർമ്മാർജ്ജനം എന്ന് കേൾക്കാത്തൊരു കാലഘട്ടത്തിലാണ് ചെങ്കൽ ചൂളയെ രാജാജി നഗറാക്കി അന്ന് AK ആന്റണി ഗവൺമെന്റ് മാറ്റിയത്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് നമ്മുടെ നഗരസഭയ്ക്ക് വരുമാനമുണ്ടാക്കുന്ന നിരവധി പദ്ധതികൾ ആരംഭിച്ചത് അന്നത്തെ CPMന്റെ നേതാവായിരുന്ന, പിന്നീട് CMPയുടെ മേയറായ MP പത്മനാഭനാണ്. ഈ ഗവൺമെന്റും ഈ കോർപ്പറേഷനും ഒരേ പാർട്ടികൾ ഭരിക്കുന്നു. ഒപ്പം റെയിൽവേ ഭരിക്കുന്നത് BJP ആണ്. റെയിൽവേ അവിടെ കണ്ണടച്ചിരിട്ടാക്കണ്ട, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് കേരള ഗവൺമെന്റുകളുടെ തെറ്റായ ഈ നടപടികൾക്കെതിരായി, അവർ രണ്ടുപേരും അർഹമായ നഷ്ടപരിഹാരം കൊടുക്കാത്തതിനെതിരായി നടത്തിയിട്ടുള്ള ഈ ധർണ വളരെ പ്രധാനമായിട്ടുള്ള ധർണയാണ്. ഇതിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ സഖാക്കളെയും CMPയുടെ ജില്ലാ കമ്മിറ്റിയെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. പാർട്ടിയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് അലക്സാം ക്രിസ്മസ്. സഖാക്കളെ, സുഹൃത്തുക്കളെ, നഗരം നരകമാക്കിയ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം ജില്ലാ കൗൺസിൽ CMPയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ധർണ, അത് ഉദ്ഘാടനം ചെയ്ത, അതുപോലെ അതിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട നേതാക്കളെ, സുഹൃത്തുക്കളെ, നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു നഗരസഭ ഒരു നഗരത്തിൽ അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ നഗരസഭയുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണമാണ്. ഈ നഗരത്തിലെ ഓടകളും തോടുകളും വൃത്തിയാക്കുക എന്ന പ്രധാന ഉത്തരവാദിത്വമാണ് നഗരസഭ നിറവേറ്റേണ്ടത്. ആ ഉത്തരവാദിത്വത്തിന് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ടുകൾ പോലും ലാപ്പാക്കിക്കൊണ്ട് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിന്റെ ഇരയായി ശ്രീ ജോയി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല.